എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ചോറ്, ചപ്പാത്തി, ദോശ തുടങ്ങി ഏതിനായാലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. തേങ്ങ അരക്കാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിത് അരമണിക്കൂർ കുതിർത്ത് വെച്ച പരിപ്പാണ്. ഇനി 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചീന്തിയത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. 4 വിസിൽ വന്ന് ഓഫാക്കിയതാണ്. 5 മിനിറ്റായി. ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൽ വെള്ളം അധികം വേണ്ട. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ട താളിപ്പ് തയ്യാറാക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കായം, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പരിപ്പ് കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you.